നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട LSGSന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്നും അതുപോലെ പ്രധാനപ്പെട്ട പ്രീ ഇൻഡിപെൻഡൻസ് എറയിലെ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് 4 ഏതൊക്കെയാണെന്നും ബേസിക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ശ്രീനികേതൻ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അത് മാത്രമേ പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കുക, അതിനു മുൻപായിട്ട് ഈ റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്തെ ഒന്നാമത്തെ സ്റ്റേജ് പ്രീ ഇൻഡിപെൻഡൻസ് എറ, അതാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ പ്രീ ഇൻഡിപെൻഡൻസ് എറ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1866 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഗ്രാമീണ വികസനം ഇന്ത്യയിൽ നടന്നത്, അതാണ് നമ്മളോട് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം. അത് 1947 മുതൽ 1953 വരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ 53 വരെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയും. സ്റ്റേജ് 3 വരുമ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ സർവീസ് എറ. അപ്പൊ ഇവിടെയാണ് ശരിക്കും നമുക്ക് വേണമെങ്കിൽ എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പഞ്ചവത്സര പദ്ധതിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സ്റ്റേജ് 3 കേട്ടോ. അതിനകത്ത് ഗ്രാമീണ വികസനം കൂടെ ലക്ഷ്യമിടുന്നുണ്ട് ചെറിയ രീതിയിൽ. അടുത്ത സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എറയായിരുന്നു. അതായത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എറ എവിടെയായിരുന്നു? സ്റ്റേജ് 4 1960 മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ്. ഓക്കെ. അപ്പം സ്റ്റേജ് 1 പ്രീ ഇൻഡിപെൻഡൻസ് 1866 മുതൽ 47 വരെ. സ്റ്റേജ് 2 പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 47 തൊട്ട് 53 വരെ. 53 വരെ വരാൻ കാരണം എന്താ? 52 നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, CDP സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. 53 തൊട്ട് 60 വരെ. 53 തൊട്ട് 60 വരെ കഴിഞ്ഞിട്ട് 60 മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എറ റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും നമ്മൾ ഓർക്കുക, മൊത്തത്തിലല്ല പറയുന്നത്, ഗ്രാമീണ വികസനമാണ് പറയുന്നത്. ഓക്കെ. ഇനി നോക്കാം, സ്റ്റേജ് 1 പ്രീ ഇൻഡിപെൻഡൻസ് എറയിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് 866 മുതൽ 1947 വരെ പല പ്രോഗ്രാംസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് എടുത്തു പഠിക്കേണ്ട 4 ഒന്ന് ശ്രീനികേതൻ പ്രോജക്റ്റ്. അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കൊണ്ടുവന്നത്. 1914 ഇദ്ദേഹം ഇത് കൊണ്ടുവന്നത്. മാർത്താണ്ഡം പ്രോജക്റ്റ് ഡോക്ടർ സ്പെൻസർ ഹാച്ച് 1921. ഗുർഗോൺ എക്സ്പെരിമെന്റ് FL ബ്രെയിൻ ആണ് കൊണ്ടുവന്നത് 1928. സർവോദയ പ്രോഗ്രാം വിനോബ ഭാവേയുടെയാണ് 1948-49. ഇതിനകത്ത് കുറച്ച് വീക്കായിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള ഈ റൂറൽ എക്സ്പെരിമെന്റ്സ്, ശരിക്കും റൂറൽ ഡെവലപ്മെന്റ് ഇവരൊരു എക്സ്പെരിമെന്റ് പോലെ നടത്തിയത്. അതായത് ഒരു പരീക്ഷണം പോലെ അവർ നടത്തിയത്. റൂറൽ ഡെവലപ്മെന്റ് എങ്ങനെയെങ്കിലും ഗ്രാമീണ വികസനം നടത്തണം, അതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണമാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ. എല്ലാവരും ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുമായിരുന്നു. അപ്പൊ എക്സ്പെരിമെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ അവന് എന്തായിരിക്കും? ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പം അവിടെ കുറച്ച് വീക്ക്നെസ് വരാറുണ്ട്, അല്ലയോ? അപ്പൊ ഈ ഒരു എബവ് റൂറൽ എക്സ്പെരിമെന്റ്സിനകത്ത് വന്ന പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് ആദ്യം പറയാം. പ്ലാൻസ്, പ്രോഗ്രാം ആൻഡ് ഓർഗനൈസേഷൻ വെയർ ലാക്കിംഗ്, വീക്ക് ഓർ അൺബാലൻസ്ഡ്. അതായത് ചിലത് ഓർഗനൈസേഷൻ കറക്റ്റ് ആയിട്ടല്ലായിരുന്നു, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഞാനിപ്പോൾ ഒരു കോഴ്സ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓർഗനൈസേഷൻ, ആ കോഴ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കറക്റ്റായിട്ടൊരു വ്യൂ എനിക്കില്ലെങ്കിൽ എന്ത് പറ്റില്ല, ആ പ്ലാൻ കൃത്യമായിട്ട് നടന്നു പോവില്ല. അത് തന്നെയായിരുന്നു ഈ മുകളിൽ പറഞ്ഞ എക്സ്പെരിമെന്റ്സ് എല്ലാം പൊളിയാനും കാരണം. അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ ഒരു പ്ലാനിങ്ങോ പ്രോഗ്രാമിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാരലൽ പ്രോഗ്രാംസ് ഓഫ് സപ്ലൈ, സർവീസ്, ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻസ് വെയർ നോട്ട് ഡെവലപ്ഡ്. അതായത് പാരലലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള സർവീസുകളോ ഗൈഡൻസുകളോ സൂപ്പർവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അത്ര ഡെവലപ്ഡ് ആയിട്ട് ഇതിന്റെ കൂട്ടത്തിൽ പോയില്ല. അതുപോലെ തന്നെ ദ നീഡ് ഫോർ പ്രോപ്പർ മെത്തേഡ് ആൻഡ് സ്കിൽസ് ഓഫ് അപ്രോച്ച് ടു ദ ടാസ്ക് വാസ് നോട്ട് ഫുള്ളി റിയലൈസ്ഡ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഒരു മാസം കൊണ്ട് ഞാൻ ഇത്രയും തീർക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഗ്രാമീണ വികസനം നമ്മൾ ഇത്ര നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു, പക്ഷെ അത് അത്രത്തോളം റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. റിയൽ ലൈഫിൽ അത് നടത്തിയെടുക്കാനുള്ള സ്കില്ലോ മെത്തേഡ്സോ ഒന്നും പ്രോപ്പറായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ റിസർച്ചും ഇവാലുവേഷനും കുറവായിരുന്നു. അതായത് ഓരോ ഏരിയയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഡെവലപ്മെന്റ് നടത്തണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ എന്താണ്? റിസർച്ച് ചെയ്യും, അതുകൊണ്ട് തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇതൊന്നും ആ ഒരു ഏരിയയിൽ
കറക്റ്റ് ആയിട്ട് നടന്നില്ല ഈ 4 എക്സ്പെരിമെന്റ്സിൽ. അതുപോലെ അസോസിയേഷൻ ആൻഡ് കോർഡിനേഷൻ വിത്ത് അതർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വാസ് വെരി ലിമിറ്റഡ്. നമ്മളൊരു ഗ്രാമീണ വികസനം എന്ന് പറയുമ്പോൾ നേരെ ഇറങ്ങി ചെന്ന് ഗ്രാമീണ വികസനം അങ്ങ് നടത്തുവാണോ? അല്ല, പല തരത്തിലും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഈ അസോസിയേഷൻ ഒന്നും കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല. അതുപോലെ ദ ഇൻവോൾവ്മെന്റ് ഓഫ് വില്ലേജ് പീപ്പിൾ ഇൻ തിങ്കിങ്, പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ്. അതായത് വില്ലേജിലുള്ള ആൾക്കാര് ചിന്തിക്കണം അല്ലെ, നമ്മുടെ വില്ലേജ് ആണ് മാറ്റിയെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിലാണ് പുതിയ പ്രോജക്ട്സുകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. വില്ലേജ് ഡെവലപ്മെന്റ് വാസ് നോട്ട് പ്രോപ്പർലി അച്ചീവ്. അപ്പൊ അവരുടെ ഒരു തിങ്കിങ്ങും പ്ലാനിങ്ങും എക്സിക്യൂട്ടിങ്ങും ഒന്നും എത്രത്തോളം ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഈ പ്ലാനിങ്ങിനെയൊക്കെ തകിടം മറിച്ചു. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ, ഈ ഒരു 4 പ്രോജക്ട്സിനകത്തും ഇവര് എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ കൃത്യമായിട്ട് കഴിഞ്ഞതും ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം എന്താണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ് എന്ന് നോക്കാം. ആരുടെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആരുടെയാണ് ശ്രീനികേതൻ? 1914 ആര് സ്റ്റാർട്ട് ചെയ്തതാണ്? ശ്രീ രവീന്ദ്രനാഥ ടാഗോർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി ഇത് എവിടെയാണെന്ന് ചോദിക്കാം. ഏകദേശം ശ്രീനികേതൻ എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്നും, അതായത് വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ട, അന്നത്തെ കൊൽക്കത്തയിൽ നിന്നും അന്നത്തെ കൽക്കട്ട ഇന്നത്തെ കൊൽക്കത്തയിൽ നിന്നും 100 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമായിരുന്നു ശ്രീനികേതൻ. അതാണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ദിസ് ഏരിയ വാസ് ബാക്ക്വേർഡ് സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ഇൻ ഇന്ത്യ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്, കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, അല്ലയോ? അപ്പം ഈ ഒരു ശ്രീനികേതൻ എന്ന് പറയുന്ന ഏരിയ ശരിക്കും പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, സോഷ്യലി ആയിക്കോട്ടെ ബാക്കിൽ നിന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അപ്പൊ കൊൽക്കട്ട അന്നത്തെ കാലത്ത് ഫേമസ് ആണെങ്കിൽ പോലും കൊൽക്കട്ടയിൽ നിന്നും 100 കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ ഒരു ഗ്രാമപ്രദേശത്തെ എങ്ങനെയെങ്കിലും ഒരു റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് നടത്തി ഉയർത്തിക്കൊണ്ട് വരാനാണ് ആര് ശ്രമിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ശ്രമിച്ചത്. അതായത് ഇങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മറ്റു റൂറൽ ഏരിയാസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇൻ ഇന്ത്യ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി സെഞ്ചുറി വാസ് കൺസിഡർഡ് ടു ബി ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസനത്തിന്റെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് 20th സെഞ്ചുറിയിൽ നടന്നത് എന്നായിരുന്നു? ശരിക്കും ഈ ഒരു ശ്രീനികേതൻ പ്രോജക്ട് 1914 രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതിന്റെ ഒരു രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ദ പ്രോഗ്രാം എയിംഡ് അറ്റ് സോഷ്യോ എക്കണോമിക് ആസ് വെൽ ആസ് മോറൽ റീഹാബിലിറ്റേഷൻ ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. എന്താണ് ശരിക്കും എയിം ചെയ്തിരുന്നത്? സോഷ്യോ എക്കണോമിക് വെൽബീയിങ്, അവരുടെ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെ സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങും, അതുപോലെ തന്നെ മോറൽ റീഹാബിലിറ്റേഷൻ, അവരെ റീഹാബിലിറ്റ് ചെയ്യുക. എങ്ങനെ? മോറലി റീഹാബിലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ ആണല്ലോ. ആസ് എ പാർട്ട് ഓഫ് ദ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം മങ്കീസ് ആൻഡ് മലേറിയ, ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് ആദ്യത്തെ ഫേസിൽ ഇവര് ഫോക്കസ് ചെയ്തിരുന്നത് മങ്കിയെയും മലേറിയയും ഇറാഡിക്കേറ്റ് ചെയ്യുക, തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുശേഷം ലേറ്റർ ഓൺ ന്യൂ സ്ട്രാറ്റജി ഓഫ് അഗ്രികൾച്ചർ, ന്യൂ ബ്രീഡ്സ് ഓഫ് കൗ, പോൾട്രി ആൻഡ് വില്ലേജ് ക്രാഫ്റ്റ് വെയർ ഇൻട്രൊഡ്യൂസ്. അതായത് മങ്കയും മലേറിയയും തുടച്ചു മാറ്റിയതിനു ശേഷം പുതിയ സ്ട്രാറ്റജി കൃഷിക്കകത്ത് കൊണ്ടുവരിക, പുതിയ ബ്രീഡ്സിനെ, അതായത് പശുക്കളിൽ പുതിയ ബ്രീഡ്സിനെ കൊണ്ടുവരിക, അതുപോലെ കോഴി വളർത്തലായിക്കോട്ടെ, വില്ലേജ് ക്രാഫ്റ്റ് ഒക്കെ പുതുതായിട്ട് ഈ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ അവിടുത്തെ വില്ലേജിലെ കുട്ടികൾക്കും അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത മുതിർന്ന ആൾക്കാർക്കും എഡ്യൂക്കേഷന്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കുക. In addition, villages were educated in the use of new agricultural implements by the way of demonstration. അതുപോലെ പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് അവരെ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് പഠിപ്പിക്കത്തില്ലേ, പുതിയ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ടെക്നോളജി യൂസ് ചെയ്യുന്നൊക്കെ, അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ ശ്രീനികേതൻ വില്ലേജ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും എസ്റ്റാബ്ലിഷ് ആയത് 1920-ലാണ്. 1914 സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ശരിക്കും ഈ ശ്രീനികേതൻ വില്ലേജ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ അത് സ്റ്റാർട്ട് ചെയ്തത് 1920-ലായിരുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതായത് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തുടങ്ങുന്നത് 1920-ലാണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടു ഇൻക്രീസ് ദ നോളജ് ഓഫ് റൂറൽ പീപ്പിൾ, എന്താണ്? റൂറൽ ആൾക്കാരുടെ, ഗ്രാമപ്രദേശങ്ങളിലുള്ള മനുഷ്യരുടെ നോളജ്, അറിവിനെ കൂട്ടുക. അതുപോലെ ടു ഹെൽപ്പ് ദ റൂറൽ പീപ്പിൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് ആ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ആരെ? ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെ. അതുപോലെ പീപ്പിൾസിനെ ഫോളോ ചെയ്യുക, ആൾക്കാരെ പുതിയ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുക. ഡയറി ഫാമിംഗ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ കോപ്പറേഷൻ വളർത്തുക, ആ ഒരു ഫീലിംഗ് ഓഫ് കോപ്പറേഷൻ,
നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കോപ്പറേഷൻ വളർത്തുക, അല്ലെങ്കിൽ സഹകരണം വളർത്തുക, ഹെൽത്ത് എഡ്യൂക്കേഷനകത്ത് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക, ഒരു റൂറൽ ലീഡർഷിപ്പ്, ഒരു ഫീലിംഗ് ക്രിയേറ്റ്, ഒരു ലീഡർ ഉണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ ഒരു ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഗ്രൂപ്പായിട്ട്, അത് വളർത്തിയെടുക്കുക. ഓക്കെ ആണല്ലോ. ഇതൊക്കെ എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? ശ്രീനികേതൻ വില്ലേജ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1920, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. ദിസ് പ്രോജക്ട് ഇൻ ദ ബിഗിനിങ് വാസ് സ്റ്റാർട്ടഡ് ഓൺലി 8 വില്ലേജസ്, ബട്ട് ആഫ്റ്റർ സം ടൈം ദിസ് പ്രോജക്ട് വാസ് എക്സ്റ്റെൻഡഡ് ടു 15 വില്ലേജ്. ശരിക്കും തുടങ്ങിയത് എവിടെയാ? ശ്രീനികേതനിലായിരുന്നു. അതിനുശേഷം ഈ പ്രോജക്റ്റ് 8 വില്ലേജസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 15 വില്ലേജിലേക്ക് ഇത് വികസിപ്പിക്കുകയും ചെയ്തു. ശ്രീ ടാഗോർ വാസ് ദ ലാൻഡ് ലോഡ് ഓഫ് ഓൾ ദീസ് വില്ലേജ്. ടാഗോറിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇദ്ദേഹമായിരുന്നു ലാൻഡ് ലോഡ് ആയിട്ട് ഈ വില്ലേജിലൊക്കെ നിന്നിരുന്നത്. പക്ഷേ ഇദ്ദേഹം മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇത് സർവൈവ് ചെയ്തു എന്ന് ചോദിക്കുവാണെങ്കിൽ സർവൈവ് ചെയ്തില്ല. ഇത്രയുമാണ് ശ്രീനികേതൻ പ്രോജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാം പഠിച്ചല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാർത്താണ്ഡം പ്രോജക്റ്റ് നോക്കാം. അത് ഡോക്ടർ സ്പെൻസർ ഹാച്ച് 1921 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.